ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന റീഡിംഗ്, ഈ നിമിഷം നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്. അപ്പം നമുക്ക് റീഡിങ്ങിലോട്ട് പോവാം. ഓക്കെ, ഈ നിമിഷം നിങ്ങളുടെ വ്യക്തി ചിന്തിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായാലും ചിന്തിക്കുന്നുണ്ട്. അതായത് ഇപ്പൊ നമ്മൾ കുറച്ച് കാര്യങ്ങൾ, ഇപ്പൊ നല്ല കാര്യങ്ങളാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല കാര്യങ്ങൾ നമുക്ക് പല രീതിയിൽ പല വിധത്തിൽ നമ്മൾക്ക് പല ദിശയിൽ നിന്ന് കടന്നു വരും. അതുപോലെ ചീത്തയാണ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, നമ്മൾ ഒരാളെ വിഷമിപ്പിക്കുകയോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അറിഞ്ഞുകൊണ്ട് മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ പ്രതിഫലനം കിട്ടും എന്നുള്ളൊരു കാര്യമൊക്കെ ഇപ്പൊ ചിന്തിക്കുന്നുണ്ട്. കാരണം ഇപ്പൊ ചിന്തിക്കുന്ന ആ ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങള് ഒന്നല്ലെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ അടുത്ത് ഇൻവോൾവ് ആകുമോ, ഏതെങ്കിലും ഒരു റിലേഷൻഷിപ്പ് തുടങ്ങുമോ, അതും അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും മാരേജിലോട്ട് ഇൻവോൾവ് ആകുമോ, എന്നിട്ട് അവരെ കൂട്ടി, അതായത് നിങ്ങളുടെ കൂടെയുള്ള സർക്കിള്, ഇപ്പൊ റിലേറ്റീവ്സ് ആണെന്നുണ്ടെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള ഏകദേശം പരിപാടികളൊക്കെ നിങ്ങളുടെ വ്യക്തിക്ക് അറിയാം. A to Z കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓൾറെഡി പറഞ്ഞും കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ കൂടെ നിന്ന് എല്ലാ കാര്യങ്ങളും, നിങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി എടുത്തിട്ടുള്ള വ്യക്തിയാണ്. പക്ഷേ നിങ്ങൾ വേറെ ഒരു റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പുതിയ ബന്ധമോ ഒക്കെ തുടങ്ങി അവരെ കൂട്ടുപിടിച്ച് ഇവരെ തകർക്കാൻ നോക്കുമോ? അതൊന്ന്. പിന്നെ വേറൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനിയിപ്പൊ ആ ഒരു കാര്യം, അതായത് നമ്മൾ ഈ മറ്റുള്ളവർ, അതായത് നിങ്ങളുടെ വ്യക്തി ഇപ്പൊ ഒരാളെ നമ്മൾ അടിക്കുകയാണ്, അടി കൊള്ളുന്നവനാണ് വേദന എടുക്കുക, അടി കൊടുക്കുന്നവനേക്കാളും അടി കൊള്ളുന്നവനല്ലേ വേദന കിട്ടുക. അപ്പൊ ആ ഒരു അടിയൊക്കെ തിരിച്ചു കിട്ടുമോ? നിങ്ങളുടെ കൂടെ, അതായത് നിങ്ങൾ വേറൊരു വ്യക്തിയുടെ കൂടെ കൂടി ഇവർക്ക് തിരിച്ചടികളോ അല്ലാന്നുണ്ടെങ്കിൽ പ്രതികാരം തീർക്കുമോ, അങ്ങനെയുള്ളൊരു ചിന്താഗതി ഇവിടെ ചിന്തിക്കുന്നുണ്ട്. അവരെ തകർക്കാനായിട്ടുള്ള ഒരു ആയുധം നിങ്ങൾ എവിടെന്നെങ്കിലും ശേഖരിക്കുമോ? അതായത് പുള്ളിക്ക് ഉള്ളില് കുറച്ച് ഭയമുണ്ട്, പക്ഷെ അത് പുറത്ത് കാണിക്കത്തില്ല. പുറത്ത് ഞാൻ നല്ല പെർഫെക്റ്റ് ആണ്, എനിക്ക് ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല, ഞാൻ നല്ല രീതിയിലാണ് എല്ലാ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുന്നത്, എൻ്റെ കൂടെ ഈ ലോകം ഉണ്ട്, പിന്നാടിയെ തമിഴ്നാട് ഇറക്കെന്ന് പറയുന്ന പോലെ എൻ്റെ പുറകിൽ ഇത്ര ആളുകളുണ്ട്, അപ്പൊ എനിക്കൊന്നും പേടിക്കേണ്ട കാര്യമില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ ആലോചിച്ച് പുറമെ നല്ല സൂപ്പറായിട്ട് അങ്ങനെയൊക്കെ ഡയലോഗ് അടിക്കും. പക്ഷെ ഉള്ളിലൊരു ഫിയർ ഉണ്ട്. ഇവരിങ്ങനെ ചെയ്യുമോ? ഇവരെനിക്ക് ഇങ്ങനെയുള്ള പണികളൊക്കെ തരുമോ? പുതിയ എന്തെങ്കിലും പരിപാടിയിലോട്ടൊക്കെ ഇവർ ഇൻവോൾവ് ആകും. അതായത് നിങ്ങളുടെ ഈ ആള് ഈ ലോകം മുഴുവനും കറങ്ങി തിരിഞ്ഞ്, മറ്റേ എന്താ പറയാ, ഭൂമി ഉരുണ്ടതാണോ എന്ന് തെളിയിക്കാൻ വേണ്ടി ലോകം മുഴുവനും കറങ്ങി തിരിഞ്ഞ് പുള്ളിയുടേതായിട്ടുള്ള ആവശ്യത്തിലും അനാവശ്യത്തിലും എല്ലാത്തിലൊക്കെ പോയി കറങ്ങി തിരിഞ്ഞു വരുമ്പോൾ നിങ്ങൾ മറ്റേ എന്താ പറയാ, അവരെ സ്വീകരിക്കാനായിട്ട് നിൽക്കണം. അവർക്ക് ഇഷ്ടമുള്ളപ്പോ നിങ്ങളുടെ അടുത്തോട്ട് വരും. സംസാരിക്കാനാണെന്നുണ്ടെങ്കിലും കൂട്ടുകൂടാനാണെന്നുണ്ടെങ്കിലും എന്ത് പരിപാടിക്കാണെന്നുണ്ടെങ്കിലും അവരുടെ മൂഡ് അനുസരിച്ച് നിങ്ങൾ നിൽക്കണം. അങ്ങനത്തെ ഒരു ഇതാണ്. പക്ഷെ നിങ്ങൾക്ക് ഒരു കാര്യത്തിന് ഈ വ്യക്തിനെ ആവശ്യമുള്ളപ്പോ, ഇപ്പൊ ചിലപ്പോ ഈ വ്യക്തിയുടെ ഒരു കെയറിങ് ആവശ്യമുള്ളപ്പോഴോ സ്നേഹം ആവശ്യമുള്ളപ്പോഴോ, അതല്ല ഈ വ്യക്തി ചെയ്യേണ്ടതായിട്ടുള്ള പല കാര്യങ്ങളും ആവശ്യമുള്ളപ്പോ ഈ വ്യക്തി മറ്റെന്താ പറയാ, ഞാനാണോ, അതൊക്കെ നിങ്ങൾ ചെയ്തു,
എനിക്ക് വേറെ കുറച്ച് പരിപാടികളുണ്ട്. എനിക്ക് അമേരിക്കയിൽ ഇപ്പൊ വെള്ളച്ചാട്ടം ഉണ്ടോ, ആഫ്രിക്കയിൽ ഇപ്പൊ ആന ഇറങ്ങുന്നുണ്ടോ, അങ്ങനെയുള്ള പരിപാടികളൊക്കെ എനിക്ക് ജസ്റ്റ് നോക്കണമെന്നൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ എന്റേതായിട്ടുള്ള ഇഷ്ടങ്ങളും ഞാൻ എന്റേതായിട്ടുള്ള അനിഷ്ടങ്ങളൊക്കെ ഒന്ന് പോയി അവിടെ ഇവിടെയൊക്കെ പോയി നോക്കിയിട്ടൊക്കെ വരാം. നിങ്ങളപ്പോ ചെയ്ത് തീർത്തോ, എനിക്കിഷ്ടമുള്ളപ്പോ വരാം. അങ്ങനെയുള്ള ഒരു ആറ്റിറ്റ്യൂഡിലുള്ള കുറച്ച് ആളുകൾ ആയിട്ട് നിങ്ങളുടെ വ്യക്തിയുണ്ട്. നിങ്ങളുടെ വ്യക്തിക്ക് അങ്ങനത്തെ ഒരു സ്വഭാവമൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. ഒരു 70% ആളുകളുടെ വ്യക്തികൾക്ക് ഇങ്ങനത്തെ ഒരു സ്വഭാവം ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ. പിന്നെ ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കില് നിങ്ങള് അതായത് ഇപ്പൊ ഏകദേശം ആള് ഭൂമിയുടെയും അതും ഇതിന്റെ ഒക്കെ കറക്കവും തിരിക്കലും പിന്നെന്താ ഭ്രമണോ എല്ലാം അറിഞ്ഞ് അവിടെയുള്ള ആളുകളുടെ ഇവിടെയുള്ള ആളുകളുടെ പിന്നെ പുള്ളിയുടെ ഇഷ്ടങ്ങളും ഒക്കെ ഏകദേശം പുള്ളി ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഇനി നിങ്ങളുടെ അടുത്ത് എന്ത് മുഖവും വെച്ചോണ്ട് വരും? ഇനി എന്താ ചെയ്യാ? നിങ്ങളുടെ അടുത്തൊന്ന് കയറിക്കൂടാനായിട്ടുള്ള എന്താ പരിപാടി? നിങ്ങളുടെ അടുത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇനി എന്തെങ്കിലും പറഞ്ഞ് കളിയാക്കി വിടുവോ? അല്ലാന്നുണ്ടെങ്കിൽ ഇനി നിങ്ങൾ കഴിഞ്ഞ കാര്യങ്ങളെയൊക്കെ പറ്റി നിങ്ങൾ ദേഷ്യപ്പെടുവോ? അല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയാ കുറ്റപ്പെടുത്തി കൊച്ചാക്കുമോ എന്നുള്ള ഒരു ഭയമുണ്ട്. വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇനി എന്തെങ്കിലും അതായത് ഈ കളിയാക്കി ഇങ്ങനെ കൊഞ്ഞനം കുത്തിയൊക്കെ വിടുന്നൊരു ഇതില് ചില ആളുകൾ വിഷമം കൊണ്ട് കരയും, ചില ആളുകൾ കളിയാക്കും, ചില ആളുകൾ ദേഷ്യപ്പെടും. ഇതിലേതാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്? കാരണം നിങ്ങൾ വിഷമം കൊണ്ട് ദേഷ്യത്തിലോട്ട് പോകുമെന്ന് നിങ്ങളുടെ വ്യക്തിക്കറിയാം. അതിന് മാത്രം നിങ്ങളുടെ ആള് ചെയ്തിട്ടുണ്ട് നിങ്ങളോട്. മനസ്സിലായോ? മെന്റലി കണക്റ്റഡ് ആയിട്ട് നിൽക്കണ്ട, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താങ്ങാവണ്ട, തണലാവണ്ട അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നിങ്ങളെ താങ്ങിയിട്ട് പോയി. താങ്ങാം, പല രീതിയിൽ താങ്ങാമല്ലോ, പക്ഷെ ഇത് വേറെ താങ്ങലായിപ്പോയി. അപ്പൊ അത് നിങ്ങൾക്കത് മനസ്സിന് അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിന്, ഇപ്പൊ ഫാമിലി മാൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിന് കുട്ടികളെ വരെ ബാധിച്ചിട്ടുണ്ട്. അതും അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ ഈ എന്താ പറയാ ഒരറ്റം വരെ എത്തിയിട്ട് ആ അറ്റത്ത് വെച്ച് ആളെ കാണാനില്ല. മറ്റേ മായാവിയൊക്കെ പോകൂലേ, ചേടാ ഇവിടം വരെ ഉണ്ടായിരുന്നാണല്ലോ, ഈ ആളെവിടെ പോയെന്ന് കാണാനില്ലല്ലോ, അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യം. അല്ലെങ്കിൽ ഇയാൾ എവിടെ പോയി, ഇയാളുടെ ചില ടൈപ്പ് ആളുകൾ വ്യക്തി നിങ്ങളുടെ കൂടെ ഉണ്ടാവും, പക്ഷെ പണ്ടത്തെ പോലെയുള്ള ഒരു ഇത് നിങ്ങൾ തമ്മിൽ ഉണ്ടാവില്ല. ആളുടെ ഫീലിങ്സ് അങ്ങോട്ട് പോയി. അല്ലാന്നുണ്ടെങ്കിൽ ആള് ഇത്രയും നാളും വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നല്ലോ, എന്ത് ചെയ്തു? ചില സാമ്പത്തികമായിട്ട് അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് ചെയ്ത് തരേണ്ട പല റെസ്പോൺസിബിലിറ്റീസ് കാര്യങ്ങളുണ്ട്, അതെല്ലാം പതിയെ നിർത്തി, നിങ്ങളെ മൈൻഡ് ചെയ്യാതെയായി, അങ്ങനെയുള്ള കാര്യങ്ങളിലോട്ട് വന്നു. നിങ്ങൾ മാത്രം അവശേഷിച്ചു. നിങ്ങളുടെ വ്യക്തി നേരത്തെ പറഞ്ഞ പോലെ അവിടെ ഇവിടെ ഭൂമിയുടെ കാര്യങ്ങൾ നോക്കാനും ആഫ്രിക്കയിൽ ആന ഇറങ്ങിയാൻ നോക്കാനൊക്കെ പോയി. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് ചെയ്തിട്ടുണ്ട്. കാരണം ഇതിൻ്റെ അകത്ത് നല്ല രീതിക്ക് എന്താ പറയാ പുള്ളിയുടേതായിട്ടുള്ള ഒരു ഇമ്മച്വർ ആയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് പുള്ളി നിങ്ങളോട് തന്നെ എന്താ പറയാ ഒരു നുണ പറയുക, അതല്ലാന്നുണ്ടെങ്കിൽ ആ സിറ്റുവേഷൻ മിനിക്കാൻ വേണ്ടി, ആ സിറ്റുവേഷൻ ഇപ്പൊ പുള്ളി നിൽക്കുന്ന സിറ്റുവേഷൻസ് ഏതാണോ അതൊന്ന് മിനിക്ക് ഇതാക്കാൻ വേണ്ടി നിങ്ങളോട് വേറെ രീതിയിലൊക്കെ കറങ്ങിത്തിരിഞ്ഞ് ഉത്തരം പറയുക നിങ്ങളുടെ ചോദ്യങ്ങൾക്ക്. അതായത് ഇപ്പൊ നിങ്ങൾ എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം, ഇപ്പൊ നിങ്ങൾ ഉദാഹരണത്തിന് ചായ കുടിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മച്ചമ്പി ചിലപ്പോ ഞാനിപ്പോ പൂന്തോട്ടത്തിലാണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ഇതാണ് എന്ന് ഒരു എന്താ പറയാ ഒരു കണക്റ്റഡ് അല്ലാത്ത ഉത്തരങ്ങളൊക്കെ പറയും. താൽക്കാലികമായിട്ടുള്ള ചോദ്യം വേറെ, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഉത്തരവൊന്നും ആയിരിക്കില്ല. ഒരു നിങ്ങൾക്ക് പോലും എത്തും പിടുത്തവും കിട്ടാത്ത ഉത്തരങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, ചിലപ്പോ ഇപ്പൊ പറയുന്നുണ്ട്. നിങ്ങൾ തന്നെ വിചാരിക്കും ഇതെന്താണ് ഇങ്ങനെ, ഇങ്ങനെയൊന്നും അല്ലല്ലോ, എന്താണ് ഇങ്ങനെ, എനിക്ക് വരുന്നത് എന്താണ് ഇങ്ങനെ, എന്നോട് എന്താ ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നതോ, ഒന്നും ചോദിച്ചിട്ടൊന്നും പറയുന്നുമില്ല, അല്ലെങ്കിൽ പരസ്പര വിരുദ്ധമായിട്ടുള്ള മറുപടികൾ പറയുന്നു. പിന്നെയും നിങ്ങൾ ഇത്തിരി കൂടി ഒന്ന് ഡീപ്പായിട്ട് ചോദിക്കാൻ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ മറ്റേ ദേവനും അസുരനും കൂടി യുദ്ധം നടത്തുന്ന പോലെ ദേവാസുര യുദ്ധം നടത്തുന്നു. അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഇതിൻ്റെ അകത്ത് കഴിഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ നിലവിൽ തുടരുന്നുണ്ടാകാം. അങ്ങനെയുള്ള ഒരു പരിപാടി കാണിക്കുന്നുണ്ട്. കാരണം ആ ഒരു കാര്യത്തിനെയൊക്കെ പറ്റി നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ
ചിലതൊന്നും സംഭവിക്കേണ്ടതായിരുന്നില്ല, ചിലതൊക്കെ സംഭവിച്ചു പോയി. ഈ സംഭവിച്ചതിനൊക്കെ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുമോ, എൻ്റെ ലൈഫിൽ ബുദ്ധിമുട്ടുണ്ടാക്കുമോ, എനിക്ക് എൻ്റെ മുന്നോട്ടുള്ള ജീവിതം എങ്ങനെയായിരിക്കും, ഞാൻ ചെയ്തതിൻ്റെ ഒരു എന്താ പറയുക ഒരു പ്രതിഫലനം എനിക്ക് കിട്ടുമോ എന്നൊക്കെയുള്ള ഒരു ടെൻഷൻ, നിങ്ങൾ രാഗുമോ, നിങ്ങൾ ശപിക്കുമോ എന്നൊക്കെയുള്ളൊരു ടെൻഷൻ ആൾക്ക് ഉണ്ട്. ഓക്കെ, ചില ആളുകൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ടാവും, ചില ആളുകൾ മാനിഫെസ്റ്റേഷനിൽ വളരെയധികം PhD വരെ പരിപാടികൾ, PhD വരെ എടുത്തിട്ടുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ടാവാം. അങ്ങനെ വിളിച്ചു വരുത്തുന്ന ആളുകൾ ഉണ്ടാവാം. ചില ആളുകൾ പ്രാർത്ഥനയിൽ കൂടിയും പല പരിപാടികളിൽ കൂടിയും വിളിച്ചു വരുത്തുന്നുണ്ടാവാം. കാരണം നിങ്ങൾക്ക് ഈ വ്യക്തി ഭയങ്കര ഒരു ഊർജം നിങ്ങൾക്ക് ഒരു സമയത്ത് തന്നിട്ടുണ്ട്. ഈ വ്യക്തിനെ കൊണ്ട് നിങ്ങൾക്ക് എന്താ പറയാ, ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലെ, അല്ലെങ്കിൽ ചില ആളുകൾക്ക് നിങ്ങളുടെ കുടുംബത്തിലെ, അതും അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വ്യക്തിയുടെ ഒരു സാന്നിധ്യം എന്ന് പറയുന്നത് ഒരു വളരെയധികം ഒരു എന്താ പറയാ, വേറെ ഒരു പരിപാടിയിൽ നിന്ന് നിങ്ങൾക്ക് അത് കിട്ടാത്ത ഒരു കാര്യമായിട്ട് നിങ്ങൾ കണക്കാക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യം ഇതിൻ്റെ അകത്ത് കാണുന്നുണ്ട്. നിങ്ങൾ ഫിസിക്കലി അല്ലാന്നുണ്ടെങ്കിൽ മെന്റലി നിങ്ങൾക്ക് നല്ല, അതായത് നിങ്ങൾ നല്ലൊരു ആകർഷണമുള്ള ഒരു യുവാവാകാം, അല്ലെങ്കിൽ യുവതിയാകാം. നിങ്ങളുടെ എന്താ പറയാ, നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിൽ കഴിവുകളോ കാര്യങ്ങളോ ഏതെങ്കിലും രീതിയിൽ പ്രകടിപ്പിക്കുന്ന വ്യക്തികളായിരിക്കാം. അതും അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ആയിട്ടൊക്കെ നിൽക്കുന്ന ആളുകളായിരിക്കാം. ഇതൊക്കെ ഈ വ്യക്തിക്കും അറിയാം. പക്ഷെ ചില സമയത്തെ തീരുമാനങ്ങൾ, മനസ്സിലായോ, ഈ ചില സമയത്തെ തീരുമാനങ്ങൾ, കഷ്ടകാല സമയത്ത് എടുക്കുന്ന ചില തീരുമാനങ്ങൾ ഉണ്ടാവുമല്ലോ, അതിൻ്റെ ഒരു ഭവിഷ്യത്വം എന്ന് പറയുന്നത് അത് ഒരു ആയുഷ്കാലം മുഴുവനും ആ ഒരു ഭവിഷ്യത്ത് ചില സമയത്ത് ചില ആളുകൾക്ക് അത് നേരിടേണ്ടി വരും. കാരണം നിങ്ങളുടെ വ്യക്തി ഒരു ഇമ്മച്ചുവറായിട്ട് എടുത്ത കുറച്ച് തീരുമാനങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനത്തെ സമയത്ത് അങ്ങനത്തെ ഉള്ള ഒരു കാര്യത്തിൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ള തീരുമാനത്തിന്റെ പുറത്ത് വേറെ വ്യക്തികളുടെ അടുത്തൊക്കെ കുണു സംസാരിക്കാൻ പോയിട്ടുണ്ട്. അപ്പൊ ഈ കുണു സംസാരിക്കാൻ പോയപ്പോ എല്ലാവരും ഒരുപോലെയല്ല. ചില ആളുകൾ പോട്ടെ വേണ്ട അങ്ങനെയൊക്കെ വിടും. ചില ആളുകൾ ഒരു ഗുണ്ട ജനിക്കുമ്പോൾ ആ വ്യക്തി, ആ ഗുണ്ടനെ നശിപ്പിക്കാൻ വേറൊരു ഗുണ്ട ജനിക്കും. അത് പ്രകൃതി നിയമമാണെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ ചില ആളുകളുടെ അടുത്ത് പോയി പെട്ടാൽ അവിടെ ഒരു പെടലായിരിക്കും. അങ്ങനെ ഒരു 60% പോയി ആളുകൾ പെട്ടിരിക്കുന്ന അവസ്ഥയായിട്ടും കാണിക്കുന്നുണ്ട്. കാരണം എല്ലായിടത്തും എന്താണ്, നിങ്ങളുടെ വ്യക്തിയുടെ സ്വഭാവമൊക്കെ കാണിച്ച് കഥ ടാറ്റ ബൈ ബൈ ഓക്കെ സി യു എന്നൊക്കെ പറഞ്ഞു വരാമെന്നുള്ള ഒരു രീതിയിലൊക്കെ എന്നിട്ട് ഇത് അവിടെ നിന്ന് പെട്ടെന്ന് ഊരിപ്പോരാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനും ഇതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട്. ഓക്കെ, കാരണം ഒരു എന്താ പറയാ, ഒരു ജീവിതത്തിന് എല്ലാവർക്കും ഒരു ഏറ്റക്കുറിച്ചിലുകളൊക്കെ വരും. അതിപ്പോ എന്താ പറയാ, സാമ്പത്തികത്തിനാണെങ്കിലും ഇപ്പോ സന്തോഷത്തിനാണെങ്കിലും എന്താണെങ്കിലും. പക്ഷെ നിങ്ങളുടെ ഈ വ്യക്തി ചില തീരുമാനങ്ങൾ, ഒരു സെൽഫിഷ് ആയിട്ടുള്ള കുറച്ച് തീരുമാനങ്ങൾ ഈ വ്യക്തി എടുത്തത് മൂലം നിങ്ങൾക്കും നിങ്ങളുടേതായിട്ടുള്ള ജീവിതത്തിനും നിങ്ങൾ കഴിക്കുന്ന അന്നത്തിന് വരെ അതൊരു ബുദ്ധിമുട്ടായിട്ട്, ഒരു കണ്ണുനീര് പോലുള്ള ഒരു കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഓക്കെ, പക്ഷെ നിങ്ങളുടെ അടുത്ത് വീണ്ടും ഗുണു പറയാൻ വരണം, കൂട്ടുകൂടണം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ്, നിങ്ങളുടെ ഒറിജിനൽ ആറ്റിറ്റ്യൂഡ് ഇവരോട് എന്താണെന്ന് അറിയണം. ചില ആളുകൾ കോടതിപരമായിട്ടുള്ള കാര്യത്തിനോ അല്ലെങ്കിൽ എന്തെങ്കിലും എന്താ പറയാ ചർച്ചകൾക്കോ അതും അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പരിപാടികൾക്കോ നിയമപരമായിട്ടുള്ള എന്തെങ്കിലും കാര്യത്തിനൊക്കെ പോകാനാണെന്നുണ്ടെങ്കിൽ അതിന് ഇവർക്ക് എന്താ ഒരുപാട് അങ്ങോട്ട് ബാധിക്കാത്ത രീതിയിൽ നിങ്ങളെ എങ്ങനെയെങ്കിലും നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് അറിയാം. ഒന്നല്ലെന്നുണ്ടെങ്കിൽ ഇവരെ കൂട്ടുപിടിച്ച ഏതെങ്കിലും ഒരു വ്യക്തി നിങ്ങളോട് കാര്യങ്ങളൊക്കെ ഫ്രണ്ട്ഷിപ്പ് ബേസിൽ ചോദിച്ച് മനസ്സിലാക്കും. അതും അല്ലാന്നുണ്ടെങ്കിൽ ഇവര് തന്നെ എന്തെങ്കിലും ഒരു പരിപാടിയിൽ
നിങ്ങളോട് നിങ്ങളുടെ ഒറിജിനൽ ആറ്റിറ്റ്യൂഡ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചറിൽ ഇനി വേറൊരാളെ സെലക്ട് ചെയ്യുമോ, വേറൊരു മാരേജ് ഉണ്ടാകുമോ, അല്ലെങ്കിൽ വേറൊരു ലവർ റിലേഷൻഷിപ്പ് അങ്ങനെയൊക്കെ ഉണ്ടാവുമോ, അതും അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ എന്തെങ്കിലും പരിപാടി, നിങ്ങൾ രാജ്യം വിടുവോ, ദേശം കര അങ്ങനെയുള്ള കാര്യങ്ങൾ വിട്ടു എവിടെയെങ്കിലോട്ട് മൈഗ്രേറ്റ് ചെയ്ത് പോകുമോ, അങ്ങനെയൊക്കെ ഉള്ള ഒരു ടെൻഷൻ. ഭയങ്കര ടെൻഷനുമാണ്. എന്നാ ഇതൊന്നും പുറത്ത് കാണിക്കുകയില്ല. പക്ഷെ ഇതെല്ലാം നിങ്ങളുടെ അടുത്ത് വന്നാൽ ഇത് നിങ്ങളെ കൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും പറയിപ്പിക്കാനുള്ള കഴിവ് ഈ പുള്ളിക്കുണ്ട്. അതാണ് ഇതിൻ്റെ അകത്ത് ഒരു കാര്യം. നിങ്ങൾ ചിലപ്പോൾ ഈ പുള്ളിയുടെ കാര്യങ്ങളൊക്കെ കൊണ്ട് പറഞ്ഞു പോകും. എന്ത് കാര്യം നിങ്ങൾ ഇത്രയും നാള് സൂക്ഷിച്ച പല കാര്യങ്ങളും ഈ വ്യക്തി ഒന്ന് എന്തെങ്കിലും നിങ്ങളെ വിളിക്കുന്ന എന്തെങ്കിലും ഓമന പേരുണ്ടാവും. ആ ഓമന പേരൊക്കെ ഇട്ടൊന്ന് വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ എന്താ പറയാ, നമ്മൾ ഈ കൽക്കണ്ടമൊക്കെ ഇങ്ങനെ കട്ട പോലെയൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവില്ലേ ഹാർഡായിട്ട്, ആ കൽക്കണ്ടമൊക്കെ ഇങ്ങനെ ഉരുക്കൂലേ, അതുപോലെ നിങ്ങൾ ഇങ്ങനെ ഉരുകി ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് പോകും. അതാണ് അതിൻ്റെ അകത്തുള്ള ഒരു കാര്യം. അപ്പൊ അതൊക്കെ ഒന്ന് നിങ്ങളുടെ വ്യക്തി ആലോചിക്കുന്നുണ്ട്. കാരണം നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് അറിയണം. ഓക്കെ. പിന്നെ ഒരു കൂട്ടം ആളുകൾ, അതായത് ഒരു 40% ആളുകൾ എന്ന് പറയുമ്പോൾ എനിക്കിനിയും ഈ ബന്ധത്തിലോട്ട് വരണം, എന്തായാലും എനിക്ക് സംഭവിച്ചതൊക്കെ സംഭവിച്ചു, പക്ഷെ ഇപ്പൊ നിൽക്കുന്നിടത്ത് നിന്ന് ഞാൻ എങ്ങനെ രക്ഷപ്പെടും, നിങ്ങളോടെല്ലാം തുറന്നു പറഞ്ഞാലോ, നിങ്ങളോട് തുറന്നു പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമോ ഭാവിയിൽ, വേറെ ആരോടെങ്കിലൊക്കെ നിങ്ങൾ പറഞ്ഞ് ഇതൊക്കെ ഒരു ചർച്ചയായിട്ട് നടത്തുമോ, ബുദ്ധിമുട്ടാകുമോ, അങ്ങനെയൊക്കെ ഉള്ളൊരു കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് കുറച്ച് ആളുകൾക്ക് കാണിക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. ഇതാണ് നിങ്ങളുടെ വ്യക്തി ഈ നിമിഷം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. നിങ്ങൾക്ക് കണക്റ്റ് ആയെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഞാൻ പറയുന്നതൊന്നും കണക്റ്റ് ആയില്ല, ഒന്നും റെസണേറ്റ് ആയില്ലെങ്കിൽ ഇത് നിങ്ങളുടെ വീഡിയോയല്ല. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഹാവ് എ ഗുഡ് ഡേ. താങ്ക് യു.